വീട്ടിൽ ചേനയുണ്ടോ എന്നാൽ ഈ കറി അടിപൊളിയായിട്ട് ചെയ്യാം. വേഗം എടുത്തോളൂ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കിസ് ചാനൽ. നമ്മളിതാ ഒരു കഷ്ണം ചേന എടുത്തിട്ട് ഇതുപോലെ ചെത്തി ഷേപ്പൊന്നും ഇല്ല കേട്ടോ, ചെത്തി എടുക്കുകയാണ്. ഓക്കെ, ഇതിന് അങ്ങനെയാണ് ചെയ്യാൻ പോണത്. ഓക്കെ, ചെത്തി എടുക്കുക. അപ്പോൾ ചേന ചൊറിയാണെങ്കിൽ കയ്യിലിത്തിരി എണ്ണ തേക്കുക. ഇത് കുറച്ച് ചൊറിയുള്ളതുകൊണ്ട് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. എന്നിട്ട് മോരിലാണ് ഇടുന്നത്. അപ്പോൾ ആ ചൊറിയണതൊക്കെ പോവും. മോര് അല്ലെങ്കിൽ പുളിവെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തലേദിവസം മുറിക്കുകയാണെങ്കിൽ പുളിവെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് രാവിലെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം തന്നെ മുറിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ മുറിച്ചിട്ട് മോരിലോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഇട്ട് വെക്കുക കേട്ടോ. ചേനയൊക്കെ മുറിച്ച് ചെത്തി എടുത്തു കഴിഞ്ഞു. അതിനെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മളിപ്പോൾ ഇടില്ല, എന്താ വെച്ചാൽ ചേന പെട്ടെന്ന് വേവില്ല എന്നാണ് പറയുക, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഈ ചേന എന്തോ പെട്ടെന്ന് വേവണതായതുകൊണ്ട് വേഗം വെന്ത് കിട്ടി. അത് വെന്തുവെന്നറിയാൻ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അറിയാം നമുക്ക് വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിനൊരു അരപ്പ് ഉണ്ടാക്കണം. അതിനായി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക്, എരിവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ദെൻ ഒരു സ്പൂൺ ജീരകം, ദെൻ നല്ല നാളികേരം, രണ്ട് പിടി നാളികേരം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒന്ന് വേഗം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഈ അരപ്പിനെ വന്ന് നമ്മൾ ഈ ചേനയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മിക്സി ജാറിലേക്ക് എഗെയിൻ തൈര് ഒന്നിച്ചരയ്ക്കുക. പക്ഷേ ഞാൻ ഇതിപ്പോൾ വേറെ ഒന്ന് അരച്ചതാണ്. തൈരിനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്, കട്ട വരണ്ട പറഞ്ഞിട്ടേ. എന്നിട്ട് അതിനെയും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരുപാട് തിളയ്ക്കാനൊന്നും പാടില്ല. സൈഡിലിങ്ങനെ ഒരു നൊര വരുമ്പോൾ അതിനെ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ടിപ്പോൾ നമുക്കൊന്ന് കടുക് വറക്കണം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ, ജീരകം, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് വറുത്ത ഉടനെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. സോ അടിപൊളി ചേന കൊണ്ടൊരു കറി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.